ട്രേഡിംഗ് മീഡിയയുടെ പ്രീ മാർക്കറ്റ് അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. US മാർക്കറ്റ് മിക്സഡ് ട്രെൻഡിൽ ട്രേഡ് ചെയ്യാണ്. ഡൗ ജോൺസ് ഏകദേശം 239 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. S&P 74 പോയിന്റും നസ്ഡാക്ക് 299 പോയിന്റും പോസിറ്റീവായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഗിഫ്റ്റ് നിഫ്റ്റി 122 പോയിന്റ് നെഗറ്റീവായിട്ട് ട്രേഡ് ചെയ്യാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ നാളെ ഒരു ഗ്യാപ്പ് ഡൗൺ പ്രതീക്ഷിക്കാം. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരു ഗ്യാപ്പ് ഡൗണിനുള്ള സാധ്യതയുണ്ട്. ഇന്നലത്തെ പ്രീ മാർക്കറ്റിൽ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ട്രംപിൻ്റെ പ്രസ്താവന വെറുമൊരു ട്രാപ്പായിരുന്നു. കാരണം അത് കഴിഞ്ഞിട്ട് ഇറാൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ള ആക്രമണങ്ങളും ട്രംപിൻ്റെ വാദത്തിനെ ശരിവയ്ക്കുന്ന രീതിയിലല്ലായിരുന്നു. ഒരു രാത്രി പോലും തികച്ചു നിന്നിട്ടില്ല ട്രംപിൻ്റെ വെടിനിർത്തൽ കരാർ എന്ന് പറഞ്ഞിട്ടുള്ള പ്രഖ്യാപനം. കാരണം രാത്രിയോടുകൂടി തന്നെ ഇത്തരത്തിലൊരു പ്രസ്താവന ട്രംപിൻ്റെ ഭാഗത്തു നിന്ന് വന്നെങ്കിലും അതിനെ അംഗീകരിക്കാതെ തന്നെ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അതിൻ്റെ ഫലമാണ് മാർക്കറ്റ് ഇന്ന് അത്ര വലിയൊരു സുഖമല്ലായിരുന്നു. മാർക്കറ്റിൽ 23,000-ന് താഴെ നല്ല സെല്ലിംഗ് പ്രഷർ ഉണ്ടായിരുന്നു. 23,000 മാർക്കറ്റിന് സസ്റ്റെയിൻ ചെയ്ത് മുകളിൽ ഇന്നലെ ഇത്രയും വലിയ ഏകദേശം 900 പോയിന്റിന് മുകളിൽ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്തിട്ട് പോലും ഇന്ന് രാവിലെ ഗിഫ്റ്റ് നിഫ്റ്റി ഓപ്പൺ ചെയ്തത് ഏകദേശം 400 പോയിന്റ് അടുപ്പിച്ചായിരുന്നു ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. അത്രയും ഒറ്റ രാത്രി കൊണ്ട്. കാരണം ട്രംപിൻ്റെ ആ ഒരു വാദം ശരിയല്ലാത്തത് കൊണ്ട് തന്നെ മാർക്കറ്റ് അതിനെ റെസ്പെക്റ്റ് ചെയ്തില്ല. ഇന്ത്യൻ മാർക്കറ്റ് ഏകദേശം 300-350 പോയിന്റ് ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്തെങ്കിലും നല്ല സെല്ലിംഗ് പ്രഷർ 23,000-ന് താഴെ ഉണ്ടായിരുന്നു. 23,000 സ്ട്രോങ് റെസിസ്റ്റൻസ് ആയിട്ട് തുടരുന്നത് കൊണ്ട് തന്നെ മാർക്കറ്റിൽ 23,000-ന് മുകളിലോട്ട് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമേ മാർക്കറ്റ് ഒരു അപ് ട്രെൻഡിലോട്ട് പോകാൻ സാധ്യതയുള്ളൂ. നിലവിൽ ഇപ്പോഴും യുദ്ധത്തിൻ്റെ ഭീതി നിലനിൽക്കുന്നത് കൊണ്ട് 23,000-ന് മുകളിൽ മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. മാർക്കറ്റ് വീണ്ടും താഴോട്ട് തന്നെ പോകാനാണ് സാധ്യത കൂടുതൽ. 22,000 വരെയും വരും ദിവസങ്ങളിൽ ഈ ഒരു സ്ഥിതി തുടരുകയാണെന്നുണ്ടെങ്കിൽ 22,000 വരയ്ക്കും മാർക്കറ്റ് ഇറങ്ങി വരാൻ സാധ്യതയുണ്ട്. നാളെ സെൻസെക്സിൻ്റെ മന്ത്ലി എക്സ്പയറിയാണ്. മറ്റന്നാൾ മാർക്കറ്റ് ലീവായതുകൊണ്ട് തന്നെ നാളെ ബുധനാഴ്ച സെൻസെക്സിൻ്റെ മന്ത്ലി എക്സ്പയറിയാണ്. മാർക്കറ്റ് ചിലപ്പോൾ നല്ലൊരു വോളറ്റാലിറ്റിക്ക് സാധ്യതയുണ്ട്. വിക്സും അത്രയ്ക്കും കയറിയാണ് നിൽക്കുന്നത്. ഏകദേശം 25-ന് അടുപ്പിച്ച് വിക്സ് കയറി നിൽപ്പുണ്ട്. സെല്ലേഴ്സിനോടൊപ്പം തന്നെ ബയ്യേഴ്സും ട്രാപ്പിലാകുന്ന മാർക്കറ്റാണ്. കാരണം ഇന്ന് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും നിഫ്റ്റിയിൽ ഏകദേശം അഡ്ഡമണി പ്രീമിയം തന്നെ ഏകദേശം 120-140 രൂപയ്ക്ക് അടുത്ത് ഉച്ചവരയ്ക്കും ഉണ്ടായിരുന്നു.